BDF ഇപ്പൊ പഴയ കരുത്തൊക്കെ ഉണ്ടാ? അണി BDFന്റെ അണി 150 രൂപ ഇങ്ങോട്ടെ. ഞങ്ങളുടെ ഷോക്ക് അബ്സർവർ ലെവലായി. ഞാൻ ഈ വഴി ഇങ്ങനെ തല്ലിപ്പൊളിയായി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലില്ല. അയ്യോ സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റ്. അതെ, ഞങ്ങള് ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. മറ്റവന്മാര് ഭരിക്കുമ്പോ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദുവിനെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തൊരു കിടന്നിരിക്കണം, എന്റെ അച്ഛന്റെ കുത്തുകൾക്കോടെ കത്തിച്ചു വെച്ചിരിക്കണം. വെള്ളം തുറന്നു വിടാൻ നിന്റെ അച്ഛന്റെ വകയാണ് വെള്ളം. പൂട്രാ വൈപ്പ്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. നീയൊന്നും കാണാത്തൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. പട്ടിണി കിടക്കുന്നതിന്റെ വയറും പണിയെടുക്കുന്നതിന്റെ ദുരിതവും കാണുമ്പോ കണ്ണു നിറയുന്ന കമ്മ്യൂണിസം. അത് കണ്ടു വളർന്നവനാണ് ഞാൻ. എന്നെ പഠിപ്പിക്കണം. എന്റെ ജോലിക്കാർ നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. അവരുടെ ആത്മാർത്ഥയിൽ ഈ പ്രസ്ഥാനം വലുതായി പോയത് തെറ്റാണെന്നാണോ പാർട്ടി പറയുന്നത്? പാർട്ടി അല്ലല്ലോ എന്ന് ടുരാനെ പറയുന്നത്, പാർട്ടിക്കാരല്ലേ? എന്നെ പാർട്ടി നിന്ന് പുറത്താക്കിയടാ. നീ കയറി തൂങ്ങി അവർ തിരിച്ചെടുക്കോ? പാർട്ടി എന്റെ ചോരയാടാ, അതല്ലാതെ എനിക്ക് പറ്റൂലോ. എടാ, പുറത്താക്കാൻ ഒരു വാതിലുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ വേറെ ഒന്ന് കാണും. മനുഷ്യന്മാർ ചേരുന്ന ആളാ പാർട്ടി. പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചട്ടക്കൂടുകൾ ഉണ്ടാവും. അത് നിനക്ക് വേണ്ടി ആയി, നീ കാത്തിരിക്കും. ഒരുപാട് പഴങ്കഥയൊന്നും പറയണ്ട മാഷേ. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്നുകൂടാ. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. അവരെ അർഹതയുള്ളവർ ഭരിച്ചാൽ. നീ ആ കൊടി കണ്ടോ? അതിന്റെ നിറവാണ് ഈ മണ്ണിന്. നീയൊക്കെ എത്ര ചോര വീഴ്ത്തിയാലും ഈ മണ്ണിനെ ചൊമ്പിക്കാനാവൂല. നീ കൂടുതലൊന്നും പറയണ്ട. വിലക്കയറ്റുണ്ടെങ്കിൽ വളർച്ച ഉണ്ടാവും. ഭാരത് മാതാക്കി അല്ല പപ്പൻജി, നമ്മൾ ഈ വില്ലേജിലും പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിട്ടെ ഭാരത് മാതാ കി ജയ് എന്നെന്തിനാ വിളിക്കണേ? ഇരിക്കുന്നവരൊക്കെ ഇന്ത്യക്കാരല്ലേ? എടാ കിഴങ്ങന്മാരെ, യുവമാരെല്ലാം രാജ്യദ്രോഹികളല്ലേ? ഒരു ബസ്സിലാളർക്ക് ഞാൻ ട്രെയിനിലിറക്കാൻ പറ്റുന്നോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ, നമുക്ക് നോക്കാം. കോംപ്രമൈസ് കൊണ്ട് ഒരു അടുപ്പും വേണ്ട. ഞാനവിടെ ഒരു ഇത്തിരി കൽപ്പിട്ട് കാര്യം പറഞ്ഞെന്നുള്ളൂ. അവന്മാരായിട്ട് അധികം മുട്ടാൻ നിൽക്കണ്ട, പാർട്ടിക്കാരാ. പറഞ്ഞെടുക്കണോ? ശരി, എന്നാ പറ. ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറ. സംസ്കാരം, ഭക്തി, കുട്ടികൾ. നിനക്ക് എന്താ അന്നത്ര ചിരി? ചിരിക്കാൻ പാടില്ലേ? ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ പറ്റുന്നോ? എവിടെ, എപ്പോ, എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ? എന്താ നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചൊരു? തോറ്റത് ഇന്ത്യയാണ്. ഭാരതത്തിന് രക്ഷകനുണ്ട് ഇപ്പോ. ലോകം മുഴുവൻ ആരാധിക്കുന്ന, എല്ലാ തിന്മകളെയും ചവിട്ടി തൂത്തെറിയുന്ന ഒരു സിംഹം.